ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 18 ദിവസമാണത്രേ ഭയങ്കരമായ രാമരാവണ യുദ്ധം നടന്നത്. അതിൽ അനേകം രാക്ഷസന്മാരും രാക്ഷസപ്രമാണിമാരെയൊക്കെ കൊന്നിട്ടുണ്ടെങ്കിലും രാമചന്ദ്രൻ കുംഭകർണനെയും രാവണനെയും മാത്രമാണ് കൊല്ലുന്നത്. ബാക്കിയുള്ളവരെല്ലാം വാനരന്മാരും ലക്ഷ്മണനും സുഗ്രീവനൊക്കെ കൂടി, അത് എല്ലാവരും കൂടിയാണ്, ഹനുമാനും. യുദ്ധമധ്യത്തിൽ ഒരിക്കൽ വാനരസേന മുഴുവൻ തന്നെ മോഹാത്സപ്പെട്ട് വീഴുന്നുണ്ട് ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട്. മറ്റൊരിക്കൽ ലക്ഷ്മണൻ മാത്രം മൂർച്ഛിച്ചു വീഴുന്നുണ്ട്. അത് രാവണന്റെ ശക്തി ആയുധം ഏറ്റിട്ടാണ്. 2 സന്ദർഭങ്ങളിലും ഹനുമാനാണ് ദിവ്യൌഷധം കൊണ്ടുവരുന്നത്, അവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത്. അതാണ് രാമൻ പറയാൻ കാരണം. ഹനുമാൻ ഇല്ലെങ്കിൽ എന്ന് പിന്നീട് അഭിഷേകം കഴിഞ്ഞ് പറയും. ആദ്യത്തെ രാമരാവണ യുദ്ധത്തിന് ശേഷമാണ് അധികാരൻ്റെ വരവ്. രാക്ഷസപ്രമാണിയുടെ യുദ്ധം കുറേ ഭയങ്കരമായി. അതിനുശേഷമാണ് ഇന്ദ്രജിത്തിൻ്റെ വരവ്. സൈന്യങ്ങളെയൊക്കെ നയിച്ച് ഇന്ദ്രജിത്തിനോട് എതിരിട്ട് പൊരുതുന്ന ലക്ഷ്മണനാണ്. ഇന്ദ്രജിത്തിൻ്റെ യുദ്ധവും വളരെ ഭയങ്കരം തന്നെ. 12 കൊല്ലം ആഹാരം നിദ്രാദി ശരീരധർമ്മങ്ങളൊന്നുമില്ലാതെ തപോവൃത്തിയിൽ കഴിഞ്ഞ ഒരു തപസ്സിക്ക് മാത്രമേ ഇന്ദ്രജിത്തിനെ കൊല്ലാനാവൂ. അങ്ങനെ ഒരു വരമുണ്ട് ഇന്ദ്രജിത്തിന്. അങ്ങനെയുള്ള തപസ്വി യുദ്ധത്തിൽ നിന്നും കൊല്ലാനും ഒന്നും ഒരുങ്ങുകയുമില്ല. അങ്ങനത്തെ തപസ്വിയുണ്ടോ യുദ്ധക്കളത്തിലേക്ക് വരില്ല. ലക്ഷ്മണൻ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടത് മുതൽ ആഹാരം നിദ്രാദാദി ശരീരധർമ്മങ്ങളെയൊക്കെ ത്യജിച്ച് രാമശുശ്രൂഷയിൽ മാത്രം കഴിഞ്ഞ വന്ന തപസ്വിയാണെന്നാണ് വെപ്പ്. അതാണ് ലക്ഷ്മണന് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ സാധിച്ചത്. ഒരിക്കൽ വാനരന്മാരെ മുഴുവൻ മോഹാത്സ്യപ്പെടുത്തി വീഴ്ത്തി. യുദ്ധം നിർത്തിയപ്പോൾ വാനരന്മാരൊക്കെ മൃതപ്പരായി കിടക്കുന്നതാണ് കാണുന്നത്. എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്തിട്ടും ആരും ഉണരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റുള്ളവരൊക്കെ പരിഭ്രമിച്ചു. വാനരസേനയിലെ ആരോഗ്യപാലകനാണ് സുഷേണൻ വാനരൻ. എല്ലാവരും ഉണ്ട് അതിൽ. ഭാഗ്യം കൊണ്ട് ആപത്തൊന്നും പറ്റിയിരുന്നില്ല സുഷേണന്. അദ്ദേഹം രാത്രിയിൽ എല്ലാവരെയും പരിശോധിച്ചു. സാരമായ ഉരുക്കളുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഗന്ധമാദനം എന്നൊരു പർവ്വതമുണ്ട്. അതിൻ്റെ ഒരു കൊടുമുടിയിൽ ചില പ്രത്യേക ഔഷധങ്ങളുണ്ട്. അവിടെ മാത്രമേ അത് കിട്ടൂ. പ്രഭാതത്തിന് മുമ്പ് അത് കൊണ്ടുവന്ന് എന്നെ ഉപയോഗപ്പെടുത്തിയാൽ എല്ലാവരും ജീവിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ തീർപ്പ്. വാനരവൈദ്യൻ്റെ. ലങ്കയിൽ നിന്ന് ഹിമാലയത്തിൻ്റെ വടക്കുള്ള ഗന്ധമാദന പർവ്വതത്തിലേക്ക് എത്ര ദൂരമാണ്? ഒരു രാത്രിയുണ്ട്. അവിടെ പോയി മരുന്നും പറിച്ച് പ്രഭാതത്തിന് മുമ്പ് മടങ്ങിയെത്താൻ ആരെക്കൊണ്ട് കഴിയും? സുഷേണന്റെ തീർപ്പ് കേട്ടതോടെ തന്നെ എല്ലാവരും നിരാശരായി. പക്ഷെ വായുപുത്രൻ ഹനുമാൻ അപ്പം ഒട്ടും നിരാശനാവാതെ ഉത്സാഹഭരിതനായി, ഏറ്റു, പ്രഭാതത്തിന് മുമ്പ് ഔഷധമെത്തിക്കാം. ഒറ്റച്ചാട്ടം 100 യോജന സമുദ്രം ചാടി ആൾക്കുണ്ടോ? പിന്നെ 2 or 4 ചാട്ടം കൊണ്ട് ലങ്കയിൽ നിന്ന് ഹിമാലയത്തിലെത്താൻ വിഷമം. വളരെ വേഗത്തിൽ മാരുതി ഗന്ധമാദനത്തിലെത്തി ഔഷധങ്ങളെ തിരഞ്ഞുപിടിക്കാൻ സമയം പിടിച്ചു. പക്ഷേ അതിനൊന്നും ക്ഷമിച്ചില്ല. പർവ്വത ശിഖരത്ത് തന്നെ കുത്തിപ്പുഴക്കി കയ്യിലെടുത്ത് ലങ്കക്ക് മടങ്ങാനുണ്ടായത് അഞ്ജനെ. സുശേഷണ വൈദ്യർക്ക് ഉദയത്തിന് മുമ്പ് ഔഷധങ്ങൾ എത്തിച്ചു കൊടുത്തു. എല്ലാ വാനരന്മാരെയും ഉണർത്തി പിറ്റേ ദിവസത്തെ യുദ്ധത്തിന് തയ്യാറാക്കി. അതേ ഔഷധങ്ങൾ തന്നെ ശത്രുക്കൾക്ക് ഉപയോഗപ്പെടുത്തപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ അറിയില്ല. എല്ലാവരെയും അവിടെ കൊണ്ടുവെക്കേണ്ടതുണ്ടോ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവെക്കുകയും വേണം. വെച്ചു. ഇതിനെക്കുറിച്ച് ഈ ഔഷധാഹരണം ആട്ടക്കഥ എന്നൊരു കൃതിയുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ചൊല്ലിയാൽ നിങ്ങൾക്ക് ബോറടിക്കോ വേണ്ടതാണോ ആവശ്യമുണ്ടോ എനിക്കറിഞ്ഞൂടാ. ആരാ ഇത് ആസ്വദിക്കുക എന്ന്. വള്ളത്തോളിൻ്റെയാണ്, മഹാകവി വള്ളത്തോളിൻ്റെ ഔഷധാഹരണം ആട്ടക്കഥ പ്രസിദ്ധമാണ്. മാരുതാത്മജനുപാഹരിച്ച മഹിതൌഷധാദ്രിയുടെ ഗന്ധമേറ്റൊരു നേരമുയിർപുണ്ടെണീറ്റു കപിസൈന്യമൊക്കെയും അനാമയം പേരുയർന്ന രഘുവീരരം വിഗതമോഹരായി വിളയാടിനാർ. പാരുമൂന്നുമധികം തെളിഞ്ഞു കുളിർകാറ്റടിച്ചു സുഖമാം വിധം. ഇതെന്താ വൃത്തം? നമ്മുടെ കുസുമഞ്ജരി
സുമഞ്ചേരി വൃത്താണ്. ഇതാണ് എനിക്ക് ചൊല്ലാൻ വിഷമാണ്. ചത്ത രാക്ഷസര രാവണൻ കടലിൽ അപ്പോഴപ്പോഴിടുവിക്കയാൽ ഇത്തരത്തിൽ ഉയിരേൽപ്പതെന്നു വഴി വന്നതില്ലവരിലാർക്കുമേ. അത്തൽ വിട്ടു കപിമണ്ഡലം കിലുകിലോക്കടധ്വനി മുഴക്കവേ ചിത്തഗർവക്ഷമുടു കൽപ്പവൃക്ഷമലർതൂകിനാരമരമുഖ്യരും. അല്പം പാഠഭേദത്തോടുകൂടിയാണ് ഞാനിത് പണ്ട് പഠിച്ചിട്ടുള്ളത്. വാക്കുകൾ വരുമ്പോൾ കുറച്ച് വിഷമം വരുന്നുണ്ട്. സുഗ്രീവാംഗത നീലമൈന്ദകവയജ്യോതിർമുഖാദ്യൈസ്തുത ശ്ലാഘാഭിർജയഘോഷണൈ പ്രണതിഭിർവാലാഞ്ജലാഘ്രാണനൈ സംഹൃഷ്ടൈരഭിനന്ദ്യമാനം അസകൃത് നിസ്തുല്യസത്വം മരുത്സൂനും സ്വാനുജരാവണാനുജയുത പ്രവാച സീതാപതി. ആട്ടകഥയാണ്. ദോഷമകറ്റി പ്രിയമിത ചെയ്തതിനേഷ ഭവാൻ എന്തൊന്നു തരേണ്ടു ദോഷമൊടും മമ സർവസ്വം ഒരാശ്ലേഷമിതാ തവ നൽകുന്നേൻ ഞാൻ. രാമൻ. എന്നാൽ ഔഷധശൈലത്തെ ഇനി തന്നിലയിൽ താൻ ത്വരിതമണച്ചിഹ വന്നീടുക നീ വാനരമൗലേ വന്നീടും തവ മംഗളമനിശം. ഞാൻ ഒരു എന്താ പറയുക, ഒരു ലോകങ്ങൾക്കാധിഹാനിക്കസമകരുണയാ ധർമ്മസംരക്ഷ ചെയ്യും ഭൂകന്യാമാസഹായൻ പ്രഭുവരുളിയ പോലെ ഔഷധോർവീധരത്തെ കൈവല്യം വിട്ടു പൂർവസ്ഥിതിയിലുടൻ ഉറപ്പിച്ചു താരേശവാര ശ്രീകക്കും പേരുമായി ബാലകദിനകരഭാസാഞ്ജനീയൻ ജയിപ്പൂ. ബാലകദിനകരഭാസാഞ്ജനീയൻ ജയിപ്പൂ. അതൊക്കെ ഔഷധാരണം കൃതിയിലുള്ള ശ്ലോകങ്ങളാണ്. ഇപ്പം അത് ഓർത്തു, ഈ സന്ദർഭത്തിൽ വേണ്ടിയിട്ടുള്ളതാണത്. അവിടെ ഹനുമാൻ ഒരിക്കലും നിരാശനായിട്ടില്ല. തലേ ദിവസം വൈകുന്നേരം യുദ്ധം നിർത്തിയപ്പോൾ വാനരന്മാരൊക്കെ മരിച്ചു എന്നോർത്ത് വളരെ സന്തോഷിച്ചു പോയതാണ് രാവണി. പിറ്റേന്ന് രാവിലെ പോർക്കളത്തിൽ വന്നപ്പോൾ അതേ വാനരന്മാരൊക്കെ റെഡിയുണ്ട്. ഈ ഔഷധം കൊണ്ടുവന്നപ്പോൾ അത് പ്രയോജനപ്പെട്ടില്ല ഇവർക്ക്. ആർക്ക്? രാക്ഷസന്മാർക്ക്. കാരണം രാക്ഷസന്മാർ ഇത്ര ചത്തുവീണ് കിടക്കുന്നത് മറ്റുള്ളവരെ തളർത്തുമല്ലോ. അതുകൊണ്ട് രാവണനൊരു ഓർഡർ ഉണ്ടത്തെ അപ്പപ്പോൾ കടലിൽ വിടാൻ. ഇപ്പോൾ കടലിൽ വിട്ടാൽ പിന്നെ എവിടെ തിരിച്ചു കിട്ടണത്? അപ്പോൾ ഈ ഔഷധം കൊണ്ടുവന്ന് അതിൻ്റെ മണം കിട്ടിയിട്ട് അവർക്ക് പ്രയോജനം കിട്ടിയില്ല. വാനരന്മാർക്കേ കിട്ടിയുള്ളൂ, അവരെ ബോഡിയുള്ളൂ. അപ്പം മേഘനാഥന ആശ്ചര്യപ്പെട്ടു. ഈ മരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് വരുന്ന വിദ്യ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? കയ്യു കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടൊന്നും ഇവരെ ജയിക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെയാണ് ആഭിചാര ഹോമം ചെയ്യാൻ തുടങ്ങിയത്, നികുംഭിലേക്ക് പോണതൊക്കെ. അതും വാനരന്മാർക്ക് അറിവ് കിട്ടി. അവർ വാനരന്മാരെ പ്രത്യേക രീതി മാന്തലും പൊളിക്കലും മൂക്കുമുറിക്കലും, ആ വാസ്തവത്തിൽ ഇയാളെ കുംഭാരൻ്റെ മൂക്കും ചെവിയും കണ്ണും വായും ഒക്കെ അവർ മാന്തിപ്പറിച്ചു വലിച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിനോട് പിടിച്ചു നിൽക്കാനാവില്ല ആളുകൾക്ക്. പിറ്റെന്തെന്താ, ഇന്ദ്രിയത്തിൻ്റെ ഹോമം കൊണ്ടും ഹോമവും എല്ലാം തല്ലിത്തകർത്തില്ലേ കുരങ്ങന്മാർ. മേഘനാഥനെ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടു തൊട്ടു. രാവണിയുടെ ആ സംരംഭവും നിരാശയായി. അങ്ങനെയാണ് പോർക്കളത്തിലേക്ക് പോകുന്നത്. അന്ന് വൈകുന്നേരം യുദ്ധം നിർത്താറാവുമ്പോഴേക്കും ലക്ഷ്മണൻ ഇന്ദ്രിയത്തിനെ വധിച്ചു. ലക്ഷ്മണനെ സാധിക്കുള്ളൂ. വിസ്തരിച്ച് പറയേണ്ടതാണ്. ആ മായായുദ്ധമൊക്കെ ഗംഭീരമാണ്. ഓരോ നിമിഷവും കഷ്ടനഷ്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു വശത്തും കൂടുന്നുണ്ടെങ്കിലും രാവണനാണ് കൂടുതൽ. ഇപ്പം രാക്ഷസ ചക്രവർത്തി വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഒരു സമാധാനം ഇന്ദ്രിയത്തിൽ കൂടിയാണ് പ്രതീക്ഷ. ആ ഇന്ദ്രിയത്തിൻ്റെ മരണവാർത്തയും കേൾക്കേണ്ടി വന്നപ്പോൾ രാവണനാകെ തകർന്നു. കുംഭകർണൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ തകർന്നു. രാവണൻ്റെ എല്ലാ ആശകളും തകർന്നു. വാസ്തവത്തിൽ ഇപ്പോൾ രാവണൻ്റെ മനസ്സ് തന്നെ മാറിയിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം രാവണൻ മനസ്സിൽ സ്മരിക്കുന്നുണ്ട് കുംഭകർണനെയും വിഭീഷണനെയും ഒക്കെ. വിഭീഷണനെ പോലും കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നത് കാണാം. അപ്പം എന്താ, ആ പാപം കുറഞ്ഞു വരികയാണ്. തളർന്നു. പിറ്റേന്ന് പോർക്കളത്തിലേക്ക് സൈന്യങ്ങൾ നയിക്കാൻ ആരാ നേതാവില്ല. പുത്രനോക്കം കൊണ്ട് ആർത്തനാണ് രാവണൻ. ആ ഒരു അവസ്ഥ.
ആ ലക്ഷ്മണന്റെ മോഹാലി സമയത്ത് വാനരന്മാരുടെ നിരാശയൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ ആകെ. അവിടെ ആ വാനരന്മാരെ നിരാശ സമയത്ത് വിഭീഷണന്റെ ഒരു ഉപദേശമുണ്ട്. അത് വളരെ പറയേണ്ടതാണ്. ഒരു തത്വോപദേശം. അല്ലെങ്കിൽ അത് വിട്ടു. സുഗ്രീവനാകെ തളരും ഇതൊക്കെ കണ്ടിട്ട്. അപ്പോഴാണ് സുഗ്രീവ പേടി മതിയാക്കൂ, കണ്ണീരടക്കൂ, യുദ്ധങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എപ്പോഴും വിജയം ഒന്നും വരില്ല. നമുക്ക് ഭാഗ്യം ബാക്കിയുണ്ടെങ്കിൽ മഹാബലരായി മഹാത്മാക്കൾ രാമനും ലക്ഷ്മണനും ഒക്കെ മോഹാത്സ്യം വിട്ട് എഴുന്നേൽക്കും. മനക്കരുത്താണ് മനുഷ്യന് ഈ സമയത്ത് വേണ്ടത്. അനാഥനായ എനിക്കും കരുത്ത് പകരുകയാണ് ചെയ്യേണ്ടത്. സത്യധർമ്മയുക്തർക്ക് മൃത്യുഭയം ഒരിക്കലും ഉണ്ടാവില്ല. അത്ര ഉറപ്പാണ് വിഭീഷണൻ. തന്നെ നനഞ്ഞ കൈകൊണ്ട് വിഭീഷണൻ സുഗ്രീവന്റെ ആ കണ്ണൊക്കെ തുടച്ചു. പിന്നെ വെള്ളം കയ്യിലെടുത്ത് മന്ത്രം ചോദിച്ച് വിഭീഷണൻ സുഗ്രീവന്റെ കണ്ണുകളൊക്കെ തുടച്ച് ആ കവിരാജന്റെ മുഖം തുടച്ച ശേഷം സംഭ്രമം കൂടാതെ കാലോചിതമായിട്ടാണ് വിഭീഷണന്റെ പെരുമാറ്റം. കാരണം സാത്വിക ഭാവമാണല്ലോ കൂടുതലുള്ളത്. സുഗ്രീവ, കപീന്ദ്ര, അധൈര്യം അവലംബിക്കാനുള്ള സമയമല്ല ഇത്. ഈ സമയത്ത് അതിസ്നേഹം പോലും മരണത്തിനിടയാക്കും. സ്നേഹം നല്ല തന്നെ, അതിസ്നേഹമായിട്ട് ഇരിക്കേണ്ട സമയമല്ല ഇത്. അതുകൊണ്ട് സർവകാര്യനാശകമായ അധൈര്യം വെടിഞ്ഞ് രാമാദികളായ സൈനികരുടെ ഹിതം ആണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ രാമനെ ബോധം തെളിയും വരെ കാത്തുരക്ഷിക്കുക. ബോധം വീണ്ടും കിട്ടിയാൽ രാമലക്ഷ്മന്മാർ നമ്മുടെ ഭയം നീക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇത് രാമന് സാരമില്ല, രാമൻ മരിക്കില്ല. മരിച്ചവരുടെ മുഖത്ത് സാധാരണ കാണുന്ന ആ ഭാവമൊന്നും രാമൻ്റെ ഭാവത്തില്ല. രാമൻ്റെ മുഖത്ത് നല്ല ഭാവമാണുള്ളത്. ആശ്വസിക്കൂ. സ്വന്തം സേനയെ ആശ്വസിപ്പിക്കേണ്ട കടമയുണ്ട് നമുക്ക്. നമ്മളൊക്കെ സീനിയേഴ്സ് അല്ലേ. ഞാൻ സൈന്യങ്ങളിലൊക്കെ വീണ്ടും ഉറപ്പിച്ചു നിർത്താം. അങ്ങ് ഈ വാനരന്മാർ പേടിച്ചവരുണ്ട്, അങ്ങും ഇങ്ങും ഓടുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് അടക്കി നിർത്തണം, സാന്ത്വനിപ്പിക്കണം. അവിടെ വിഭീഷണൻ സുഗ്രീവനെ ആശ്വസിപ്പിക്കുന്നത് ശരിക്കും ഒരു തത്വോപദേശമാണ്. ആ ശ്ലോകങ്ങൾ ചൊല്ലിയാൽ അത് മനസ്സിലാവും. അത് വളരെ റിലവൻ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരു വിഭീഷണ ഗീത എന്ന് തന്നെ പറയാവുന്നതാണ്. ഇവിടെ ശേഷതസ്മാകം യതി വീരഭവിഷ്യതി മോഹമേതൗ പ്രഹാസ്യേതേ മഹാത്മാനോ മഹാബലൗ പര്യവസ്ഥാപയാത്മാനം അനാഥം മാം ച വാനരാ സത്യധർമാഭിരക്താനാം നാസ്തി മൃത്യുകൃതം ഭയം യവമുക്ത്വാ തതസ്തസ്യ ജലക്ലിന്നേന പാണിനാ സുഗ്രീവസ്യ ശുഭേ നേത്രേ പ്രമമാർജ വിഭീഷണ തതസ്സലിലമാദായ വിദ്യാ പരിജപ്യ ച സുഗ്രീവനേത്രേ ധർമാത്മാ പ്രമമാർജ വിഭീഷണ വിമൃജ്യവദനം തസ്യ കവിരാജസ്യ ധീമത അബ്രവീത് കാലസംപ്രാപ്തം അസംഭ്രാന്തമിതം വച ന കാലക്കപിരാജേന്ദ്ര വൈക്ലഭ്യമവലംബിതം അതിസ്നേഹോ വികാലേസ്മിൻ മരണായോപകൽപ്പതേ. ഇവിടെ ഇമോഷണൽ ആവേണ്ട സമയമല്ല എന്നാണ്. അത് നല്ലൊരു ഉപദേശമാണ്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കി കൂടാത്തതാണ്. മേഘനാഥവധം രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവുമർക്കട നായകന്മാരോട് ചൊല്ലിയാൻ അർക്കതനേനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിന് വാനരോടൊക്കെ കടക്കമുറിക്ക മതിലുകൾ. അവരധർമ്മം പ്രവർത്തിച്ചാൽ നമുക്കും ചെയ്യാമല്ലോ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കത്തരുവരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവർ ഇന്നുമുണ്ടെങ്കിലോ വെന്തുപൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിൻ നയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെറി വച്ചു തുടങ്ങിനാർ. അതൊക്കെ ഇതാണ് കാരണം. അധർമ്മം അവർ ധാരാളം ചെയ്തു. അപ്പോൾ നമുക്കും ഇനി ചെയ്യാം. എങ്ങനെയാണ്? വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവ് ഇമ്പം കലർന്ന് അടുത്താർ കവിവീരരും രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിയും ചരന്മാർ തരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും അങ്ങ് പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുറന്നടുത്താർ കവിവീരരും ലങ്കയിൽ
പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരുദന്തം കേട്ടു ചെമ്പാരി വൈരിയം ഭീതി പൂണ്ടിയിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോടന്യുന്ന കോപേന ചൊന്നാൻ ദശാനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്. അങ്ങനെ പോവാ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനർ ചെന്ന് അഭയം തരിയെന്നു രാമാന്തിയെ നിന്നു പറഞ്ഞതു കേട്ടളവേ. രാമചന്ദ്രനം വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഇരേഴ് ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതുകൊണ്ട് മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ. അന്തപ്പുരം ബുക്കിരുന്നരുളിയിടുന്ന ഇടുക സന്താപം ഉണ്ടാകരുത് ഇതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ ബന്ധിച്ചു വൃത്രാരിചിത്തം പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോട് ഇത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും വസ്ത്രങ്ങളേതുടനന്തം വരുത്തുന്നത്. എത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാവതരോടും ഭയം കൊണ്ട് പാതാന്തിയെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. ആ ധർമ്മം പറയാണ് രാമൻ. പാടില്ല. എന്താ ആ യുദ്ധരംഗങ്ങൾ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ വാനരന്മാരെല്ലാം പിന്തിഞ്ഞോടി രാമൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുന്ന സന്ദർഭമാണ്. ജാമ്പവാൻ വാനരപ്രമുഖരോടൊക്കെ ചെന്ന് ഹനുമാനോട് ചോദിച്ചു. എന്ന നേരം മരുതാത്മൻ ചൊല്ലിനാൻ ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ട് അതിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോട് ഉണർത്തിക്കണം പോരിക നെയ്യും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നത് കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചു മൈഥിലനുടെ നാശവൃത്താന്തം പേരുമേ. ആ മായ പ്രയോഗങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. വിഭീഷണൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുരങ്ങന്മാരെന്തറിഞ്ഞു? ലോകനാഥയായ ദേവിയെ വധിക്കാൻ 3 ലോകത്തിലും ആർക്കും കഴിയില്ല. മായ പ്രയോഗിക്കുന്നതിൽ അത് സമർത്ഥനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് കാണിച്ചതൊക്കെ വെറും മായയാണ്. വിഭീഷണ വാക്കുകൾ കേട്ട് എല്ലാവർക്കും ആലസ്യമാകുന്നു. വിഭീഷണൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന് നേരെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളൊക്കെ ചൊരിഞ്ഞു. ഇന്ദ്രജിത്ത് പ്രത്യേക ശസ്ത്രങ്ങളും ഒക്കെ കൊണ്ട് സമർത്ഥമായി നേരിട്ടു. അപ്പോൾ ഹനുമാൻ ലക്ഷ്മണനെ സന്തോഷത്തോടെ കഴുത്തിലെടുത്തു. ലക്ഷ്മണന്റെ സമയം വിഭീഷണനെ കണ്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു. വിഭീഷണനെ കാണുമ്പോൾ അവർക്ക് വല്ലാതൊരു വിഷമമുണ്ടല്ലോ കൂടുതൽ. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ. ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാം. എത്രയും നന്നു എന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് വാർത്തുകണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ പുതുമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ അവസ്ഥയാ വേല ചെയ്യുന്നതും അത്ഭുതം. അത് കേട്ടപ്പോൾ വിഭീഷണൻ പറയാണ് മറുപടി. നന്നു നീയും നിൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മനസ്സേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാൻ. അതാണ് പറഞ്ഞു പോണം. പണ്ടു ലോകത്തെങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനിയുണ്ടാകുകയുമില്ല. നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. എന്താ കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. എന്താ സ്ഥിതി? വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവൻ ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ. അതു എന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു പുക്കൂ ശരം. ഭൂമിയിൽ വീണതു രാവണി തന്നുടൽ
ആമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സ്വന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാരുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങിയതാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചത്. അത് കഴിഞ്ഞു. നോക്കൂ, എന്താ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 4-ാം ദിവസമാണ് ലക്ഷ്മണൻ ശ്രീരാമൻ്റെ കമലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ ഐന്ദ്രാസ്ത്രം എടുത്തു കൊടുത്തു. ഇന്ദ്രിയത്തിൻ്റെ കഴുത്ത് മുറിച്ച ശേഷം അസ്ത്രം സമുദ്രത്തിൽ മുങ്ങി ശുദ്ധമായതിനു ശേഷം ആവനാഴിക്കുള്ളിൽ പ്രവേശിച്ചു. മേഘനാഥൻ്റെ ഉടൽ നിലത്ത് വീണു. അതോടെ 3 ലോകത്തിൻ്റെയും ദുഃഖമില്ലാതായി. ദേവന്മാർ ലക്ഷ്മണനെ സ്തുതിക്കുന്നു. അതാണ് രാവണ വിലാപമാണ്. പിന്നെ ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണതു ഭൂമിയിൽ മോഹം കലർന്ന് അതീക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാരമണ്ഡോദരീ നന്ദന, ഹാഹാ സുകുമാര വീരമനോഹര, മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദുജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായതു നമ്മയും പേടിയില്ലാർക്കുമിനി. മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാർ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഒങ്ങിച്ചിരിച്ച് അലറിത്തത്ര നിർഗമിച്ചിടാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായ എത്രയും വേവസുഗാത്രിയായി ഹാ രാമ രാമ രാമേ ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ. അങ്ങനെ പോയി. പിന്നെ രാവണന്റെ ഹോമവിഘ്നമാണിനി. നീതിമാനായ സുപാർശം പറഞ്ഞത് കേട്ടിട്ടാണ് രാക്ഷസനായകൻ ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നിരുന്ന മന്ത്രിമാരുമായി താല്പര്യപൂർവ്വം കാരോനൊക്കെ നടത്തി ക്രുദ്ധനായ രാവണൻ ശേഷിച്ച രാക്ഷസപടയുമായി യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് രംഗം. രാക്ഷസപടയെ മുഴുവൻ ശ്രീരാമൻ കൊന്നൊടുക്കി. രാവണൻ ഒറ്റക്ക് രാമനോട് നിർഭയനായി ഒപ്പത്തിനൊപ്പം പോരാടി. രാമശരങ്ങളേറ്റ് നല്ല മുറിവ് പറ്റിയ രാവണൻ തളർന്ന് വശം കേട്ട് ആ അവസ്ഥ പറഞ്ഞു. ഇനി